ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 57ാമത്തെ പാർട്ടാണ്. അത് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നീ പോടാ കള്ളക്കിളവാ, നിനക്ക് വയസ്സായെന്ന് വെച്ച് ഞങ്ങൾ ചെറുപ്പം പിള്ളേരാ. ഞങ്ങൾ അണിഞ്ഞൊരുങ്ങിയ കല്യാണത്തിനൊക്കെ പോവും. എന്നാ പോയി വേഗം ഒരുങ്ങാൻ നോക്ക് ചെറുപ്പക്കാരി. നീ അധികം കളിയാക്കണ്ട. ഞാൻ നന്നായി ഒരുങ്ങി നിൻ്റെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ നിന്നെ കണ്ട എല്ലാവരും എൻ്റെ അപ്പൂപ്പനാണെന്ന് ചോദിക്കുമെന്ന് എൻ്റെ പേടി. പക്ഷെ എൻ്റെ പേടി അതല്ല, നിന്നെ കണ്ട ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തുവന്നാ. നീ പോടാ, എന്നെ കണ്ട പ്രായം തോന്നിക്കാത്ത എൻ്റെ കുഴപ്പം കൊണ്ടാണോ? നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് തടി വയ്ക്കും ഞാൻ. പറഞ്ഞ വെല്ലുവിളിച്ചുകൊണ്ട് ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ തത്തൻ ബെഡ്രസ്സിൽ ചാരിയിരുന്നു. വർണ്ണം നേരെ പോയത് ഭദ്രയുടെ ശീലുവിൻ്റെ റൂമിലൊക്കെയാണ്. അവിടെ ദർശന ശീലുവിനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഒന്ന് മാറിക്കേ പിള്ളേരെ, ആദ്യം ഏട്ടത്തി ഒരുങ്ങട്ടെ. വർണ്ണ ശീലുവിനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഏട്ടത്തിയാ? ഏതേട്ടത്തി? ശീലു ചോദിച്ചു. മറ്റാര്? ഈ വർണ്ണേട്ടത്തി. ഏട്ടത്തിയാ? അതും നീ? ഏതു വകയ്ക്ക്? ഭദ്രപൂച്ചത്തി പറഞ്ഞു. നിങ്ങളൊരു കാര്യം മറക്കുന്നു, നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പം ഞാൻ നിങ്ങളുടെ ഏട്ടത്തിയാണ് അല്ലേ ദേച്ചു ഏട്ടത്തി? വർണ്ണദർശനെ നോക്കിയാണ് അത് ചോദിച്ചത്. അതെ അതെ. പിന്നെ ഒരു വലിയ ഏട്ടത്തി വന്നിരിക്കണോ? മാറു പെണ്ണു പിള്ളേ. ശീലു പറഞ്ഞെ തട്ടി മാറ്റി ചെയറിലേക്ക് ഇരുന്നു. ദർശനം നല്ല ഭംഗിയിൽ അവരെ ഒരുക്കി. ശീലുവിന് റെഡിൽ ഗോൾഡൻ കളർ ബോർഡറുള്ള ധാവണിയായിരുന്നു. അതിന് മാച്ചായ പാലക്ക സെറ്റും കമ്മലും ഇട്ടിരുന്നത്. ഭദ്രയ്ക്ക് ഡാർക്ക് ഗ്രീൻ കളർ ധാവണിയും ലക്ഷ്മി മാലയും ജിമിക്കുകയായിരുന്നു. വർണ്ണയ്ക്ക് ഡാർക്ക് ബ്ലൂ ധാവണിയായിരുന്നു. അതേ ബ്ലൂ സ്റ്റോൺ വെച്ച് ജിമിക്കിയും വളകളും ആയിരുന്നു അവൾ ഇട്ടിരുന്നത്. കഴുത്തിൽ താലിമാല മാത്രം. അവൾ ഇത്തിരി സിന്ദൂരം എടുത്ത് നെറുകിൽ തൊട്ട്. ദർശനയ്ക്ക് അതേ ഡിസൈനിൽ പീകോക്ക് കളർ ധാവണി. അവൾ കഴുത്തിൽ താലി, അതിനോടൊപ്പം ഡ്രസ്സിന് മാച്ചിങ് ആയ ഒരു നെക്ലസും അതിൻ്റെ കമ്മലും ഇട്ടു. ഞാൻ പോയി മുല്ലപ്പൂ എടുത്തിട്ട് വരാം, അത് പറഞ്ഞ് ദർശന പുറത്തേക്ക് പോയി. ഭദ്ര, ഇന്നലത്തെ ആ ടോപ്പിക്ക് വന്നിട്ട് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യണോട്ടാ, എനിക്ക് ചിലത് ഓർമ്മയില്ല. ധാവണി ശരിയാക്കിക്കൊണ്ട് ശീലു പറഞ്ഞു. മനുഷ്യൻ്റെ മൂഡ് കളയാൻ വേണ്ടി രാവിലെ തന്നെ തുടങ്ങി. നമ്മൾ പോകുന്ന കല്യാണത്തിനാണ്, അല്ലാതെ എക്സാമിനല്ല. വർണ്ണ കണ്ണുരുട്ടി കൊണ്ട് പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എക്സാമിന് മാർക്ക് പറഞ്ഞാൽ വഴക്ക് കേൾക്കും. നിനക്ക് പിന്നെ ആ പേടിയില്ലല്ലോ, ശീലു പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നേ, ഞാൻ നാളെ മുതൽ നന്നായിട്ട് പഠിക്കാൻ പോവാ. ദത്താൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കണമെന്ന്. പഠിക്കുക? അതും നീ? നടക്കുന്ന വല്ല കാര്യം പറയും, ഭദ്ര പറഞ്ഞു. നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അതെന്നെ പഠിപ്പിക്കുന്ന ആരാന്നറിയോ? എൻ്റെ ദത്തൻ. അയ്യോ! അത് കേട്ടതും ശീലും ഭദ്രനും തലയ്ക്ക് കൊടുത്തു. നീ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തല വെച്ചല്ലോ പറഞ്ഞേ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പഠിപ്പിച്ചു തരാൻ? ദത്തൻ എന്നോട് പറഞ്ഞു ശ്രീരാഘേട്ടൻ പഠിപ്പിച്ചു തരുന്ന, പക്ഷേ ഞാൻ പറഞ്ഞു എന്നെ ദത്തൻ പഠിപ്പിച്ചാൽ മതിയെന്ന്. നീ എന്ത് പണിയാ പറഞ്ഞേ കാണിച്ചേ? മനുഷ്യന്മാരാരെങ്കിലും ദേവേണ്ട അടുത്ത് പഠിക്കാൻ പോവോ? നിങ്ങളെന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. ഏട്ടൻ പഠിപ്പിക്കാൻ തുടങ്ങി ഈ കാണുന്നതേ വേണമെന്നല്ല, സ്ഫടികത്തിലെ ചാക്കോ മാഷിൻ്റെ വേറൊരു വെർഷനാ. നീ എന്തായാലും പെട്ടു. നിങ്ങൾ വെറുതെ പറയാൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി. എൻ്റെ ദത്തം പാവാ. നിനക്കൊരു കാര്യം അറിയോ വർണ്ണ? ഞങ്ങളെ 10 വരെ പഠിപ്പിച്ചിരുന്നത് ദേവേട്ടനാ. ചൂരിൽ കൊണ്ട് കാലിലേക്ക് ഒരു അടിയുണ്ട് ദേവൻ്റെ. അടി കിട്ടിയ ഭാഗത്തുനിന്ന് പുക പറക്കും. ഇത് നോക്കിയേ, ഇത് ദേവൻ്റെ വകയാണ്. ശീലു പാവാട അല്പം ഉയർത്തി കാലിലെ പാട് കാണിച്ചു. ഏട്ടന് ശരിക്കും പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ കണ്ണും കാണില്ല. മുന്നിലിരിക്കുന്ന ചേച്ചിയാണ് അനിയത്തിയാണെന്ന് നോക്കില്ല, നല്ല തല്ല് കിട്ടും.
ചെവി പിടിച്ച് തിരിക്കും. ഞങ്ങൾ 10ൽ പഠിക്കുന്നവരെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. 10 കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടൻ പിന്നെ സിവിൽ സർവീസിൽ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്നും പോയി. സത്യം പറഞ്ഞ ഏട്ടൻ ഇവിടെ നിന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളായിരിക്കും. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൗത്യം ശ്രീയേട്ടനെ ഏറ്റെടുത്തു. ശ്രീയേട്ടൻ പാവാ, പഠിച്ചില്ലെങ്കിലും വഴക്ക് പറയുന്നല്ലാതെ തല്ലൊന്നുമില്ല. ശീലവും ബദ്രയും കൂടെ പറയുന്നു കേട്ടു പറഞ്ഞ താൻ ചെയ്തത് അബദ്ധമായെന്ന ചിന്തയിലായിരുന്നു. പക്ഷെ ഇതൊക്കെ പണ്ടത്തെ ദത്തനല്ലേ, ഇപ്പം ദത്തൻ അങ്ങനെയൊന്നല്ല. ആര് പറഞ്ഞു? 2 ദിവസം മുമ്പ് ഏട്ടൻ ഞങ്ങളുടെ റിസൾട്ടിൻ്റെയും പഠിപ്പിൻ്റെയും കാര്യം അന്വേഷിച്ചിരുന്നു. അപ്പം ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ആ പഴയ ദേവേട്ടനെയാണ്. ഒന്ന് പോയേ നിങ്ങൾ, പഴയ ദേവേട്ടൻ പോലും. എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ദത്തൻ എന്നെ നല്ല പേടിയാ. ഞാനൊരു വര വരച്ച ദത്തൻ അതിനപ്പുറം കിടക്കില്ല, അത്രയും പേടി തന്നെ. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണേ. ഈ ദർശനേട്ടിട്ട് എവിടെ പോയാ? കുറേ നേരം ആയല്ലോ പോയിട്ട്. ശരി. അവർ 3 ദർശനയുടെ റൂമിലേക്ക് വന്നു. ആ, നിങ്ങൾ വന്നാ? ഞാൻ ഏട്ടനുള്ള ഡ്രസ്സ് കൊടുക്കാൻ വന്നു, അതാ വൈകിയത്. ഇതാ മുല്ലപ്പൂ. ദർശന മുല്ലപ്പൂ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് പരന്ന് കിടക്കുന്ന ഈ കുങ്കുമം കണ്ടപ്പം മനസ്സിലായി ഏട്ടത്തി, ഞങ്ങൾ ഹിന്ദി സീരിയലൊക്കെ കണ്ടിരുന്നവരാ. ഇവിടെ നടക്കാൻ സാധ്യതയുള്ള റൊമാൻസ് എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം. റൂം മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞ് ശീലവും ബദ്രൊന്ന് ചിരിച്ചു. ഈ പെണ്ണിൻ്റെ താവിനൊരു ലൈസൻസും ഇല്ല. ദർശന നാണത്തോടെ പറഞ്ഞ് ശീലുവിൻ്റെ തലയിൽ മുല്ലപ്പൂ വയ്ക്കാൻ തുടങ്ങി. അതാരാ ചേച്ചി ആ കുട്ടിപ്പട്ടാളം? ചുമരിൽ വലുതായി ഫ്രെയിം ചെയ്തു വരിക്കുന്ന ഫോട്ടോ നോക്കി വർണ്ണ ചോദിച്ചു. അത് ഞങ്ങളാ വർണ്ണ. ഞാൻ, ശീലു, ദേവേട്ടൻ, പാർത്ഥേട്ടൻ, ശ്രീയേട്ടൻ, ധ്രുവിയേട്ടൻ, പാറു ചേച്ചി, നിമി ചേച്ചി, ഞങ്ങളുടെ ഫോട്ടോസാണ്. ഇത് രാഗേണ്ട പണിയാണ്. എല്ലാവരും ചെറുപ്പത്തിലെ ഫോട്ടോസ് വെച്ച് കോളേജ് ഉണ്ടാക്കിയേക്കണയാ. എല്ലാവരുടെയും 2 വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോസാണ്, ദർശന പറഞ്ഞു. കൂട്ടിനക്കറിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ചെക്കനാരാ? പറഞ്ഞ ഒരു ഫോട്ടോയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. ഏത് ഇതോ? ഇതാ ദേവേട്ടൻ. ഇത് ദത്തനാണോ? അയ്യോടാ, കുഞ്ഞു ദത്തൻ എന്ത് രസാ, സോ ക്യൂട്ട്. ഏട്ടൻ മാത്രല്ല, ഞങ്ങളെല്ലാവരും ക്യൂട്ടാ. ഇത് നോക്കി, ഇത് ഞാനാ, ഭദ്ര പറഞ്ഞു. അയ്യേ, കൂട്ടി ട്രൗസർ ഇരിക്കണ കണ്ടില്ലേ? അയ്യേ, മിളയച്ചം വർണ്ണ കളിയാക്കി. ഓ, 2 വയസ്സിൽ ഞങ്ങളൊക്കെ കുട്ടി നിക്കറ ഇടാറ്, അല്ലാതെ ചുരിദാറ് സാരി ഒന്നല്ല. ഇനി ഇങ്ങനെയൊക്കെ പറയാം. മതി, ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് തുടങ്ങണ്ട. നമുക്ക് താഴേക്ക് പോവാം, അവിടെ എല്ലാവരും പോവാൻ റെഡി ആയിട്ടുണ്ടാവും. ദർശന അവർ 3 പേരെയും കൂട്ടി താഴേക്ക് വന്നു. അവർ താഴെ എത്തിയതും ദത്തൻ സ്റ്റെയർ ഇറങ്ങി വന്നത് ഒരുമിച്ചായിരുന്നു. വർണ്ണയുടെ ഡ്രസ്സിൻ്റെ അതേ കളറായിരുന്നു ദത്തൻ്റെയും. ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടും, കയ്യിലൊരു വാച്ചും, കഴുത്തിൽ വർണ്ണയുടെ ചെയിനുമുണ്ട്. മുണ്ടിൻ്റെ അറ്റം കൈ കൊണ്ട് പിടിച്ച് സ്റ്റെയർ ഇറങ്ങി വരികയാണ് ദത്തൻ. അതിനനുസരിച്ച് മുടിയിഴകൾ നെറ്റിയിലേക്ക് വീഴുന്നുണ്ട്. അതവൻ വലത് കൈ കൊണ്ട് ഒതുക്കി വെച്ച് തല ഉയർത്തി നോക്കിയതും മുന്നേ നിൽക്കുന്ന വർണ്ണ. അവളെ കണ്ട് ദത്തൻ്റെ മുഖമൊന്ന് വിടർന്നു. നെറ്റിയിലെ സിന്ദൂരവും താലി ഒഴിച്ചു നിർത്തിയാൽ ഒരു ചെറിയൊരു കുട്ടി. ദത്തൻ അവളെ തന്നെ പരിസരം മറന്ന് അങ്ങനെ നോക്കിയായിരിക്കും എത്തി. ഏട്ടാ, വർണ്ണ മാത്രമല്ല, ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ ഉണ്ട്. ശീലുവിൻ്റെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അത് പിന്നെ ഞാൻ ഇവളുടെ തലയിൽ പൊടി അത് തട്ടി കളയാൻ വന്നതാ. വർണ്ണയുടെ തലയിൽ പൊടി തട്ടി കളഞ്ഞുകൊണ്ട് ദത്തൻ കാണിച്ചു പറഞ്ഞു. ശരി, ഞങ്ങൾ വിശ്വസിച്ചു. ഇനി എൻ്റെ ഏട്ടൻ പോയി വണ്ടി എടുക്കാൻ നോക്ക്. ശീല അവനെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. ദത്തൻ ഒരു വലിച്ച ചിരിയോടെ പുറത്തേക്ക് നടന്നെങ്കിലും അതേപോലെ തിരികെ വന്നു. എൻ്റെ ഫോണ് മുകളിലെ റൂമിലുണ്ട്. വർണ്ണയോട് ഓടിപ്പോയി എടുത്തിട്ട് വരാനല്ലേ ഏട്ടൻ പറയാൻ വരുന്നേ? ഏട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വർണ്ണ പോയാ
ഈ ജന്മത്ത് ആ ഫോൺ കിട്ടില്ല. അപ്പം ഏട്ടന് ഫോൺ നോക്കാൻ റൂമിലേക്ക് പോകും. പിന്നെ റൊമാൻസായി അങ്ങനെ ഇന്ന് കല്യാണത്തിന് പോകാൻ നേരം വൈകും. ആ ബുദ്ധി ഏട്ടൻ എട്ടായിട്ട് മടക്കി കയ്യിൽ വെച്ചാൽ മതി. ഫോൺ ഞാൻ എടുത്തിട്ട് വരാം. ഭദ്ര അത് പറഞ്ഞ റൂമിലേക്ക് ഓടി. നിന്റെ കൂടെ നടന്ന അതിൻ്റെ നാണോ മാനൊക്കെ പോയിന്നാ തോന്നണേ, ദർശനം പറഞ്ഞേ നോക്കി പറഞ്ഞു. ഫോൺ കിട്ടിയല്ലോ, ഇനി എൻ്റെ ഏട്ടൻ പോയി കാർ എടുക്കാൻ നോക്ക്. ഭദ്ര വേഗം പോയി ഫോൺ എടുത്തിട്ട് വന്നു. അദ്ദേഹത്തിന് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. ധ്രുവി അകത്തേക്ക് വന്നു. കൂടെ ചെറിയ മുത്തശ്ശിയുണ്ട്. എന്നാൽ അതേസമയം തന്നെ സ്റ്റെയർ ഇറങ്ങി വരുന്ന പാർവതിയെ കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും സ്കൈ ബ്ലൂ. ശീലു രണ്ടുപേരെയും മാറി മാറി നോക്കി. ധ്രുവി എണ്ണല്ലേ ഇന്നലെ ഈ കളർ സെലക്ട് ചെയ്തതിന് പാറ ചേച്ചി കളിയാക്കിയത്, എന്നിട്ട് നേട്ടന് അതേ കളർ ഇട്ടിരിക്കണോ പറഞ്ഞു. അത് പിന്നെ ആ ഷോപ്പിൽ വേറെ നല്ല ഷർട്ടൊന്നും ഇല്ലാന്നേ, ഉള്ളതിൽ ബെറ്റർ ഇതാണ്. പിന്നെ ഈ കളർ സെലക്ട് ചെയ്ത് ഞാനല്ല, എൻ്റെ ഫ്രണ്ടാ. ധ്രുവി പറഞ്ഞതും പാർവതി ദേഷ്യത്തോടെ തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങി. അവൾ ഡ്രസ്സ് മാറ്റാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ധ്രുവി ചെറിയ മുത്തശ്ശി ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ മുത്തശ്ശി പാർവതി പിന്നിൽ നിന്ന് വിളിച്ചു. പാറുമോളെ, മുത്തശ്ശിയുടെ കൈയൊന്ന് പിടിച്ചേ, എനിക്ക് ആ സോഫയിലേക്ക് ഒന്ന് ഇരിക്കണം. ഈ ചേക്കന് ശരിക്കും പിടിക്കാൻ അറിയില്ല. പിന്നിൽ നിന്ന് മുത്തശ്ശി പറഞ്ഞു. പാർവതി മനസ്സോടെ മുത്തശ്ശിയുടെ കൈ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി. കണ്ടോടെ ചേക്ക, ഇങ്ങനെ വേണം വയസ്സായവരെ പിടിച്ചിരുത്താൻ. കണ്ടു പഠിക്കുക എൻ്റെ പാറുമോളെ, അല്ലാതെ നിന്നെ പോലെ വെറി പിടിച്ചല്ല നടക്കണ്ടേ. ഓ, ഇത്രയും കാലം കൈ പിടിക്കാനും കാല് കുഴമ്പിട്ട് തരാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് നിന്റെ സഹായം വേണ്ട. ഇനി എനിക്ക് എൻ്റെ മോളുണ്ട് അല്ലേ പാറുമോളെ? മുത്തശ്ശി ചോദിച്ചാൽ പാർവതി ഒന്ന് ചിരിച്ചു. ചെറുപ്പത്തിൽ പാർവതിയോട് തോന്നിയ സ്നേഹം കുഞ്ഞു ധ്രുവി ആദ്യം പറഞ്ഞ മുത്തശ്ശിയോട് തന്നെയായിരുന്നു. അന്ന് മുത്തശ്ശി അത് വെറുതെ ചിരിച്ചു തള്ളി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ ധ്രുവി തന്നെ പാർവതി തത്തൻ്റെ എന്ന് പറഞ്ഞ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴാണ് ആ കുഞ്ഞു മനസ്സിൽ പാർവതി എത്രത്തോളം സ്ഥാനം ഉറപ്പിച്ചിരുന്നതെന്ന് മുത്തശ്ശിയും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റാരേക്കാളും ധ്രുവി പാർവതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ വൃത തന്നെയാണ്. പിന്നീട് പലവട്ടം പാർവതി റൂമിലേക്ക് പോകാൻ നിന്നെങ്കിലും മുത്തശ്ശി അതിന് സമ്മതിക്കാതെ അവളുടെ കൈ പിടിച്ചിരുന്നു. പാറു ചേച്ചി വായിറങ്ങാം. ശീലു വന്ന് വിളിച്ചതും പാർവതിക്ക് ആശ്വാസമായി. പാറുമോളെ എൻ്റെ ഒപ്പം വന്നോളൂ, നിങ്ങൾ പോയിക്കോ പിള്ളേരെ. ചെറിയ മുത്തശ്ശി പറഞ്ഞ ശീലു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. പാറു ചേച്ചി ചെറിയ മുത്തശ്ശിയുടെ കൂടിയാണത്രേ, നമ്മളോട് പോക്കോളാൻ പറഞ്ഞു. ശീലു കാറിലെ ബാക്ക് സീറ്റിൽ കയറി. ദത്തനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. കോർ ഡ്രൈവർ സീറ്റിൽ രാഗും, ബാക്ക് സീറ്റിൽ വർണ്ണയും ശീലുവും ഭദ്രയും ദർശനയും. എന്തായാലും പാറു ചേച്ചി വരാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ലായിരുന്നു, ഭദ്ര പറഞ്ഞു. പതിയെ വരെ കാർ ഗേറ്റ് കടന്നു പോയതും പിന്നാലെ മറ്റുള്ളവർ ഇറങ്ങി. പാറുമോളി ഫ്രണ്ടിലിരുന്നോ, ഞാനും ചേച്ചി അടുത്തിരുന്ന് ഓരോന്ന് സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ആ പിന്നിലിരിക്കാം, ചെറിയ മുത്തശ്ശി പറഞ്ഞു. ഏയ് വേണ്ട, ഞാൻ പിന്നിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാം, ചെറിയമ്മ ഫ്രണ്ടിലിരുന്നോട്ടെ. അത് കേട്ടതും പാർവതി ചാടി കയറി പറഞ്ഞു. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പാറു, AC തണുപ്പടിക്കും, മോൾ അവിടെ ഇരുന്നോ. ചെറിയമ്മ ബാക്ക് സീറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു. പിന്നാലെ മുത്തശ്ശിയും കയറി. കല്യാണത്തിന് പോകാതെ റൂമിൽ കയറി വാതിലടച്ചാലോ എന്ന് വരെ ഒരു നിമിഷം പാർവതി ആലോചിച്ചു. സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ പാർവതി തമ്പുരാട്ടി കയറിയാട്ടെ, എന്നിട്ട് വേണം അടിയന് കാറ് മുന്നോട്ടെടുക്കാൻ. അത് കേട്ടതും പാറു അവനെ കണ്ണുറ്റി നോക്കി കാറിൽ കയറി. പാറു എന്തോ ഒന്നും മിണ്ടാത്തേ? ഇന്നലെ വന്നപ്പോൾ മുതൽ ഒരു മുഖത്തിനൊരു വാട്ടം, അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും സംസാരിക്കുന്നതാണല്ലോ. ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതുകൊണ്ട് ചെറിയമ്മ പാറുവിനോട് ചോദിച്ചു. ധ്രുവി മ്യൂസിക് ഓൺ ചെയ്തും പാർവതി ഞെട്ടി അവനെ ഒന്ന് നോക്കി. ധ്രുവി ആരും കാണാതെ അവളെ ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു. ഒന്നുമില്ലമ്മായി, ഓഫീസിലെ ചെറിയ തിരക്കുകൾ, അതിൻ്റെ ടെൻഷനാണ്, വേറൊന്നുമില്ല.
അവൾ പറഞ്ഞൊപ്പിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവരെ പിന്നിലായി മറ്റൊരു കാറിൽ ദത്തനും പപ്പയും അമ്മയും ചെറിയച്ഛനും മാലതിയും ചന്ദ്രശേഖരനും കൂടെ വന്നിരുന്നു. പാർത്തിയും ശ്രീരാഗും നേരത്തെ തന്നെ തൻ്റെ ബുള്ളറ്റിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു. ദത്തനെയും ധ്രുവിയെയും കാത്തുന്ന പോലെ പാർത്തിയും ശ്രീ ഓഡിറ്റോറിയത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ബന്ധുക്കളായതിനാൽ തന്നെ എല്ലാവരും പരസ്പരം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ഡ്രസ്സിൽ വന്നിറങ്ങിയ പാലക്കര തറവാട്ടിലെ പെൺതരികളെ കുറിച്ച് തന്നെയായിരുന്നു പലരുടെയും സംസാരം. ദത്തനും പാർത്തിയും ശ്രീരാഗും ധ്രുവിയും രാഗും ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ് നിന്നിരുന്നത്. വർണ്ണയും ഭദ്രയും ശീലവും പാർവതിയും ദർശനയും നേരെ അകത്തേക്ക് നടന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചായത് കെട്ട്. അതുകൊണ്ട് തന്നെ അവർ എത്തുമ്പോഴേക്ക് ഏറെക്കുറെ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവർ 5 പേരും ഏറ്റവും ഫ്രണ്ടിലായി നിലനിന്ന ചെയറിൻ്റെ അരികിലേക്ക് നടന്നു. ഞാനിന്ന് കളക്ഷനെടുത്ത് ചാവും, വർണ്ണ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയാ, 1-2 ചേട്ടന്മാർ കൊള്ളാം, ഭദ്ര പറഞ്ഞു. എടി, നിനക്ക് നാണല്ലേ ഈ പെണ്ണിൻ്റെ ഒപ്പം നടന്നിട്ട് ഇങ്ങനെ വായ നോക്കാൻ? നീയും ഒരു കോഴിയായില്ലോ, കഷ്ടം, ശീല അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിന് നാണം കുറവാ, ഞങ്ങൾ നോക്കും, എനിക്ക് പറ്റില്ലെങ്കിൽ നീ കണ്ണടച്ചിരുന്നോ, വർണ്ണ പുച്ഛിച്ചുകൊണ്ടൊരു ചെയറിലായിരുന്നു. അവളുടെ അടുത്ത് തന്നെ മറ്റുള്ളവരും വന്നിരുന്നു. മണ്ഡപത്തിൻ്റെ സൈഡിലായി ലക്ഷ്യ അവിനാഷ് എന്ന് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും മണ്ഡപത്തെയും കുറിച്ചെല്ലാം അവർ നല്ല ചർച്ചയിലാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പാർവതി മറ്റൊരു ലോകത്തായിരുന്നു. കേട്ടിരുന്ന സമയമായതും പാർവതിയും മറ്റുള്ളവരും ഹാളിലേക്ക് വന്നു. മുണ്ടുമടക്കി കുത്തി 4 പേരുടെയും വരവ് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവർ നിരനിരയായി ചേറി വന്നിരുന്നു. നമുക്കും അങ്ങോട്ട് പോയാലോ? പാവം പാർത്തിയേട്ടൻ നല്ല സങ്കടത്തിലായിരിക്കും, ഏട്ടനെ സമാധാനിപ്പിക്കാൻ നമ്മളല്ലേ ഉള്ളോ, വർണ്ണ പറഞ്ഞു. ധ്രുവി അവിടെ ഉള്ളതുകൊണ്ട് പാർവതി ഇല്ല എന്ന് പലതവണ പറഞ്ഞെങ്കിലും ഭദ്രയും വർണ്ണയും അതിനെ സമ്മതിക്കാതെ അവരെ വിളിച്ച് കൊണ്ടുപോയി. ദത്തനും മറ്റുള്ളവരും ഇരിക്കുന്ന ചെയറിന് മുന്നിലാണ് അവർ വന്നിരുന്നത്. ധ്രുവിയെ കാണാതെ ഇരിക്കാനായി പാർവതി ഏറ്റവും അറ്റത്ത് ശ്രീരാഗിൻ്റെ മുന്നിലായി വന്നിരുന്നു. അതെ, ഇവിടെ നടക്കുന്നത് എൻ്റെ എക്സിൻ്റെ മാരേജാണ്, മുഖത്ത് കുറച്ച് സങ്കടമൊക്കെ ആവാം, ധ്രുവി പാർത്തി കളിയാക്കി. അപ്പം നിങ്ങളാരും അറിഞ്ഞില്ലേ, പാർത്തിക്ക് പുതിയ ലൈൻ സെറ്റായി, ആ കുട്ടിയോടെ 24 മണിക്കൂർ ഇവൻ്റെ ചാറ്റിങ്. അത് പറഞ്ഞു പാർത്തിയുടെ കയ്യിലുള്ള ഫോൺ താഴേക്ക് തെന്നി വീഴാൻ പോയി. ഏയ് ഒന്നുമില്ല, ഇപ്പം വെറുതെ പറയാ, എനിക്കങ്ങനെയൊന്നുമില്ല, പാർത്തി പതർച്ചം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അത് നിന്റെ മുഖം കണ്ടാലും പറയും, സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഘു പറഞ്ഞു. അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണല്ലോ, വൃദ്ധനെ 16കാരനാക്കുന്ന അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ആ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓരോ ദിവസം നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശ്വസിച്ചു പോവും. ധ്രുവി പാർവതിയെ നോക്കി പറഞ്ഞതു അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു. ആളിയോ, ആരാള്, ഞങ്ങളൊന്നും അറിയാത്ത പുതിയൊരവതാരം സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ, പാർത്തി അവൻ്റെ തോളിൽ തട്ടി ചോദിച്ചതും ധ്രുവി പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നു. എന്നാൽ തമാശയ്ക്കാണെങ്കിലും പാർത്തിയുടെ ആ ആളിയ വിളി ധ്രുവിയുടെയും പാർവതിയുടെയും ശരിക്കും ഞെട്ടിച്ചിരുന്നു. പാർവതിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞപ്പോൾ ധ്രുവിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കാച്ചിനോവ ചേട്ടൻ പറഞ്ഞതാടാളിയ, ധ്രുവി വേണമെന്ന് വെച്ച് പാർത്തിയുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. ആളിയ എന്ന വിളിയിൽ പ്രത്യേക താളത്തിൽ തന്നെയാണ് വിളിച്ചത്. കുറച്ചു കഴിഞ്ഞാൽ ധ്രുവി മണ്ഡപത്തിൽ എത്തി. വിളക്കും താലവുമായി പെണ്ണിൻ്റെ വീട്ടുകാർ വരനെ സ്വീകരിക്കാനായി മുൻവശത്തേക്ക് വരിയായി നടന്നു. ഇവർ എന്തിനാ ഇവിടെ വിളക്കും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? വെറുതെ സമയം കളയാൻ വേഗം വന്ന് താലി കെട്ടി സദ്യം കഴിച്ചിട്ട് വീട്ടിൽ പോക്കൂടെ, ഭദ്ര പറഞ്ഞു. കല്യാണത്തിന് കുറേ ആളുകളൊക്കെ വന്ന കാരണം മൊത്തം തിരക്കും ബഹളം അല്ലേ, അപ്പം ചെക്കന് നടന്നു വരുമ്പോൾ കണ്ണ് കാണാനായി വിളക്കും താലൊക്കെ, ശീലു പറഞ്ഞു. പിന്നെ ഈ പട്ടാപ്പകൽ വെളിച്ചത്തിൽ അത് ഇത്രയും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ
വിളക്ക് വെച്ചിട്ട് വേണ്ട കണ്ണ് കാണാൻ. ഓരോ പൊട്ടത്തരം പറഞ്ഞോളും. ഇതാ ക്യാമറമാനെ സഹായിക്കാൻ വേണ്ടിയാ. നടന്നു വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വിളക്കിൻ്റെ വെട്ടാണ് കൂടുതൽ നല്ലത്. അതിനാണ് ആ വിളക്ക് പറഞ്ഞു. ഇതേപോലെ വേറെ ഐറ്റങ്ങൾ കൂടെ കയ്യിലുണ്ടോ ദേവന്നിൻ്റെ? ഭാര്യ അനീത്യാണ് കണക്ക. ധ്രുവി ദത്തിൻ്റെ തോളി തട്ടി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നാദസര അകമ്പടിയോടെ ലക്ഷ്യയുടെ കഴുത്തിൽ അവിനാശ് താലി കെട്ടി. ഇപ്പോഴെങ്കിലും കൂന്തത്തിൽ നിന്ന് തല ഉയർത്തുന്ന നോക്കൂ പാർത്തി, ശ്രീ പറഞ്ഞു. പാർത്തി ഫോൺ ഓഫ് ചെയ്ത് സ്റ്റേജിലേക്ക് നോക്കി. കുടുംബത്തിലുള്ള പലർക്കും പാർത്തിയും ലക്ഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പലരുടെയും നോട്ടം പാർത്തിക്ക് നേരെയായിരുന്നു. എന്നാൽ അവരെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അതീതമായി പാർത്തി പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. താലി കെട്ടിക്കഴിഞ്ഞ് എല്ലാവരും കല്യാണ പെണ്ണിനും പയ്യനും മേലേക്ക് പൂക്കൾ എറിഞ്ഞു. അതിൻ്റെ റോസയുടെ ഇതളുകൾ വീണത് കണ്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കിയത് തൻ്റെ തൊട്ടു പിന്നിലിരിക്കുന്ന ധ്രുവി. അവൻ കയ്യിലെ ബാക്കി റോസിൻ്റെ ഇതളുകളും അവളുടെ മേലേക്ക് എറിഞ്ഞത് പാർവതി അവനെ നോക്കി പേടിപ്പിച്ചു. അത് കണ്ട് ധ്രുവി അവളെ ഒന്ന് സൈറ്റ് അടിച്ചു. തനിക്കെന്തോടോ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്? പാർവതി അവന് മാത്രം കേൾക്കാൻ ഭാഗത്തിൽ ചോദിച്ചതും ധ്രുവി താനിരിക്കുന്ന കസേര അവളുടെ അടുത്തേക്ക് ചേർത്തിട്ടിരുന്നു. ഇപ്പോൾ പാർവതിയെ തൊട്ടടുത്തായാണ് ധ്രുവി ഇരിക്കുന്നത്. അവൻ്റെ ശ്വാസം പോലും പാർവതിയുടെ പിൻകഴുത്തി തട്ടുന്നുണ്ട്. എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ തരുമോ? എനിക്ക് വേണ്ടത് നിന്നെയാ. തരൂ എനിക്ക്. ദേ അതുപോലെ ആ ആലിലത്താഴി ഈ കഴുത്തിൽ കെട്ടി ഞാൻ ത്രയംബകം തറവാട്ടിലേക്ക് കൊണ്ടുപോട്ടെ? പാലക്ക തറവാട്ടിലെ ഈ തമ്പുരാട്ടിയെ. അവനത് പറഞ്ഞതും പാർവതി അവനെ നോക്കി ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് അറ്റത്തൊഴിഞ്ഞ ഒരു ചെയറിൽ ഒറ്റയ്ക്ക് വന്നിരുന്നു. പാർവതി ചേച്ചി എന്താ ഒറ്റയ്ക്ക് പോയിരിക്കണേ? ചോദിച്ചു. ദേ ഈ മാക്കറി അവളെ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും. ദേവരാഗ് ധ്രുവിയെ നോക്കി പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ധ്രുവി ഒരു ചിരിയോടെ പാർവതിയുടെ അരികിലേക്ക് വന്നിരുന്നു. ഫോണിൽ നോക്കിയിരിക്കുന്ന പാർവതി അടുത്താരോ വന്നിരിക്കുന്നതും തല ഉയർത്തി നോക്കി. ചിരിച്ചുകൊണ്ടിരുന്ന ധ്രുവിയെ കണ്ടത് അവളുടെ മുഖം ദേഷ്യത്താ ചുമന്നു. ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കില്ല പെണ്ണെ. ഉഫ്, നിന്റെ നോട്ടം. ധ്രുവി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പാർവതിയുടെ മുഖത്തും മറ്റെന്തോ ഭാവം തെളിഞ്ഞു. നമ്മുടെ കല്യാണം എങ്ങനെയൊന്നല്ല കേട്ടോ നടക്കേണ്ടേ, ഒരമ്പലത്തിൽ വെച്ച് മതി. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ. ഈ പാർവതിയുടെ കഴുത്തിൽ ധ്രുവി തെന്ന് കൊത്തിയ ഒരു സ്വർണ്ണത്താലി ചേർത്ത് ഞാൻ. എടോ തനിക്ക് വട്ടാണോ? ഇത്തിരിയെങ്കിലും പാർവതി പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാതെ ധ്രുവി ചെയറിൽ താളം പിടിച്ചുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. അത് കണ്ട് പാർവതി അവിടെ നിന്ന് എണീറ്റ് വേറെ സ്ഥലത്ത് വന്നിരുന്നു. അപ്പോഴും ധ്രുവി അടുത്ത് വന്നിരുന്നു. കുറേ നേരം അത് തന്നെ തുടർന്നതും പാർവതി പിന്നെ ഒരു ചെയറിൽ തന്നെ ഇരുന്നു. ധ്രുവി ഓരോന്ന് പറഞ്ഞ് അവളെ ചൊറിയുന്നുണ്ടെങ്കിലും അവളെ അതൊന്നും മൈൻഡ് ചെയ്യാത്ത പോലെ ഇരുന്നു. എടി ഇനി ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അടുത്തടുത്തിരിക്കണോ? സെയിം കളർ ഡ്രസ്സ്, സംതിങ് ഫിഷി. ധ്രുവിയെയും പാർവതിയും നോക്കി ചോദിച്ചു. ഒരു ഫിഷിയില്ല. ധ്രുവിയേട്ടൻ എപ്പോഴും പാർവതി ചേച്ചിയുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ വെറുപ്പിക്കും. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടത് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നണേ. ഞങ്ങൾക്കിത് സ്ഥിരം കാഴ്ചയാ. പിന്നെ ഡ്രസ്സ് അത് വെറും കോയിൻസിഡൻ്റ് ആയിരിക്കും, ശീലു പറഞ്ഞു. സദ്യ കഴിക്കാനിരിക്കുമ്പോൾ ആണ് എല്ലാവരും. ദത്തൻ്റെ തൊട്ടരികിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മതി ദത്ത, ആകെ ചൂടാ. അതിൻ്റെ കൂടെ എന്തിനാ ഇത്രയും ചൂടുള്ള ചോറ് തരണേണാവോ? മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. സാരില്ലടാ, വേഗം കഴിക്കാൻ നോക്ക്. ചോറ് അങ്ങനെ തന്നെയല്ലേ ഇരിക്കുള്ളൂ. വർണ്ണയുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി വിയർപ്പ് തുടച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ദത്ത നിന്റെ പാലട എനിക്ക് വേണട്ടാ. ദത്തൻ്റെ പ്ലാസ്റ്റിലെ ഗ്ലാസ് തൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ തരാം. ഇപ്പം എൻ്റെ കുഞ്ഞ് വേഗം ചോറ് കഴിക്കുക. ചേട്ടാ ഇവിടെ കുറച്ച് ചോറ് വിളമ്പിക്കേ. ചേട്ടാ ഇവിടെ കുറച്ച് സാമ്പാർ. ചേട്ടാ കൂട്ടുകറി. ചേട്ടാ അവിയൽ. ചേട്ടാ ഓലൻ. ധ്രുവി തൻ്റെ മുന്നിലൂടെ പോകുന്ന എല്ലാവരെയും പിടിച്ചു നിർത്തി ഉള്ള കറികളെല്ലാം പാർവതിയുടെ ഇലയിൽ വിളമ്പിക്കുന്നുണ്ട്. ധ്രുവി പ്ലീസ്, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല.
അവൾ ദയനീയമായി പറഞ്ഞു. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, വേഗം നോക്കിയിരിക്കാതെ കഴിക്കി. ദ്രവ്യ അവളെ ഇരുത്തി കഴിപ്പിക്കാൻ തുടങ്ങി. മതി ദത്ത, വയറ് നിറഞ്ഞു. വാർണ വയറ് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലല്ലോ, കുറച്ചുകൂടെ സ്ഥലം ഉണ്ടല്ലോ. ഇല്ല ദത്ത, ശരിക്കും നിറഞ്ഞു. പറ്റില്ല, മുഴുവൻ കഴിക്കാതെ നീ ഇവിടുന്ന് എണീക്കില്ല. ദത്തന്നെ അവളെ കണ്ണൂട്ടി പഠിപ്പിച്ചു. എനിക്ക് ഇത്രയൊന്നും വേണ്ട ദത്ത, ഞാൻ കഴിക്കില്ല എന്ന് വിളമ്പുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ, അപ്പം നീ തന്നെയല്ലേ വീണ്ടും വിളമ്പിച്ചേ. അവളും കണ്ണൂട്ടി കാണിച്ചു. നിന്നെ ഇന്നു മുതൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും കഴിക്കാതെ മരിയിട്ട് എണീറ്റ് നടക്കാൻ പോലും ആവതില്ല, നോക്കിയിരിക്കാതെ കഴിക്കടി. ദത്ത പറഞ്ഞ അവളുടെ സ്ഥിരം അടവ് പുറത്തെടുത്തു. കണ്ണ് നിറയ്ക്കല്. അഭിനയം വേണ്ട, ഇത് മൊത്തം കഴിക്കാതെ ദത്തൻ്റെ കുഞ്ഞിന്ന് ഇവിടുന്ന് എണീക്കില്ല, എന്നറിയാലോ നിനക്ക്. നീ എന്തെന്നെ ഭീഷണിപ്പെടുത്താണോ? അവൾ ദത്തനെ നോക്കി. ആ, ഭീഷണിയെങ്കിൽ ഭീഷണി. നീ അത്രക്കായോ? ഈ പറഞ്ഞ നിനക്ക് അറിയില്ല. അവൾ വേഗം ഇലയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് ദത്തന് ചിരി വന്നു. കഴിഞ്ഞു പറഞ്ഞ കുറച്ച് കഴിഞ്ഞും പറഞ്ഞു. ഗുഡ് കേൾ, വാ, ആ കൈ കഴുകിയിട്ട് നമുക്ക് പുറത്ത് പോയിരുന്നിട്ട് പായസം കുടിക്കാം. ദത്തൻ പായസത്തിൻ്റെ ഗ്ലാസ് കൊടുത്ത് പറഞ്ഞേം കൂട്ടി കൈ കഴുകാൻ പുറത്തേക്ക് ഇറങ്ങി. കൂടെ മറ്റുള്ളവരും. ഇതൊക്കെ വലിച്ചു വാരി ചുറ്റും മനുഷ്യൻ ചൂടെടുത്ത് ചാവുന്നാ തോന്നണേ. കൈ കഴുകി പറഞ്ഞ ഓഡിയത്തിന് പുറത്തുള്ള ഒരു സിമൻറ്റ് ബെഞ്ചിൽ കയറിയിരുന്നു. പായസവുമായി ദത്തൻ അവളുടെ അരികിലിരുന്നു. ഓ, ഇതെന്തോടുക്കത്ത് ചൂടാ പറഞ്ഞ ദത്തന് നീട്ടിയ ഗ്ലാസ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞേ, സദ്യക്ക് ഇടുക്കിയല്ലേ. ഭദ്ര അവളുടെ അരികിലിരുന്നുകൊണ്ട് പറഞ്ഞു. ഇനി നീ ഇവിടെ സദ്യ എന്നൊരു വാക്കും മുണ്ടി പോകരുത്, ഓർത്തു ഞാൻ പറഞ്ഞു. ദത്തൻ അത് കേട്ട് ചിരിയോടെ ഗ്ലാസ്സിലെ പായസം ഊതി ചുണ്ടിൽ കടഞ്ഞു. ശേഷം വർണ്ണയുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. വർണ്ണ അത് കുടിച്ചു. ദത്തൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് ഊതി ഭദ്രയ്ക്ക് നേരെ നീട്ടി. ഞാൻ കുടിച്ചതേട്ടാ. അതിനിപ്പോൾ എന്താ, കുറച്ചുകൂടെ കുടിച്ചു എന്ന് വെച്ചൊന്നും സംഭവിക്കില്ല. അത് കേട്ടു വർണ്ണ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് ഈവനിങ് കാണാം കേട്ടോ. നോക്കാം, ഉറപ്പില്ല, എന്നാലും നോക്കാം കേട്ടോ.